അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മേസൺറി റീറ്റെയിനിങ് വാൾസ് ആണ്. അപ്പം അതിൻ്റെ ഡിസൈനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്, നമുക്ക് അതെല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റീറ്റെയിനിങ് വാൾസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ എ റീറ്റെയിനിങ് വാൾ? ഇറ്റ് ഈസ് എ സ്ട്രക്ചർ that requires to sustain lateral pressure of soil or other granular materials like grains, ores, etc. അതായത് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സോയിലിൻ്റെ ലാറ്ററൽ പ്രഷർ, അതായത് സൈഡിൽ നിന്ന് വരുന്ന പ്രഷർ, ഇത് സോയിലിൻ്റെ എന്നല്ല മറ്റ് ഗ്രാനുലർ മെറ്റീരിയൽസിൻ്റെ. ഇപ്പോൾ നമുക്കറിയാം ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓർസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ സൈഡിലേക്കുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെ സസ്റ്റെയിൻ ചെയ്യേണ്ട സ്ട്രക്ചേഴ്സാണ് മേസൺറി റീറ്റെയിനിങ് വാൾസ്. അത് മേസൺറി എന്നല്ല, പല ടൈപ്പ് റീറ്റെയിനിങ് വാൾസ് ഉണ്ട്. RCC വെച്ചിട്ടുള്ളതുണ്ട്, സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പല ടൈപ്പ് റീറ്റെയിനിങ് വാൾസ് ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മേസൺറി റീറ്റെയിനിങ് വാൾസിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി എന്ത് ടൈപ്പ് ഏത് മെറ്റീരിയലാണ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത് അതിന് പറയുന്ന പേര് ബാക്ക് ഫിൽ എന്നാണ്. അത് സോയിലാവാം, ഗ്രാനുലർ മെറ്റീരിയൽസ് ആവാം, ഏതായാലും അതിന് പറയുന്ന പേര് ബാക്ക് ഫിൽ എന്നാണ്. ഓക്കെ, ഇനി ദ പോർഷൻ ഓഫ് ബാക്ക് ഫിൽ എബോവ് ദി ഹൊറിസോണ്ടൽ ലെവൽ, അതായത് ഹൊറിസോണ്ടൽ ലെവലിന് മുകളിലേക്കുള്ള പോർഷൻ റീറ്റെയിനിങ് വാളിൽ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യേണ്ട മെറ്റീരിയലിൻ്റെ ഹൊറിസോണ്ടൽ ലെവലിന് മുകളിലേക്കുള്ള പോർഷൻ പറയുന്ന പേര് സർചാർജ് എന്നാണ്. അതിൻ്റെ ഫിഗേഴ്സൊക്കെ നമുക്ക് നോക്കാം. ആ സർചാർജിൻ്റെ ആംഗിൾ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് സർചാർജ്. അപ്പം സർചാർജ് എന്താണെന്നും ആംഗിൾ ഓഫ് സർചാർജ് എന്താണെന്നും നമുക്ക് പിന്നീട് ഫിഗേഴ്സിലൂടെ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. തൽക്കാലം അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഹൊറിസോണ്ടൽ പോർഷന് മുകളിലേക്കുള്ള റീജിയന് പറയുന്ന പേരാണ് സർചാർജ്. അത് ഹൊറിസോണ്ടലുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് സർചാർജ്. അപ്പം ഇതാണ് ജനറലായിട്ട് ഒരു മേസൺറി റീറ്റെയിനിങ് വാൾ അല്ലെങ്കിൽ ഒരു റീറ്റെയിനിങ് വാളിൻ്റെ ജനറലായിട്ടുള്ളൊരു ഐഡിയ ഇതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ ആക്റ്റീവ് എർത്ത് പ്രഷർ? ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് ഒരു റീറ്റെയിനിങ് വാൾ. ഈ റീറ്റെയിനിങ് വാളിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലാണ്. നമുക്കറിയാം ലാറ്ററലി ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ റീറ്റെയിനിങ് വാൾ കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ആ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പ്രഷറിന് പറയുന്ന പേരാണ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇത് കുറച്ച് സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സോയിൽ ക്രാക്ക് ചെയ്ത് പോകും. ഫ്രണ്ടിലേക്ക് റീറ്റെയിനിങ് വാൾ കുറച്ച് മൂവ് ചെയ്ത് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സോയിൽ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ റപ്ചർ ചെയ്ത് പോകും. ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്ന പേരാണ് റപ്ചർ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു സോയിൽ ഫോം ചെയ്യും. ആ ട്രയാങ്കുലർ ഷേപ്പിലുള്ള സോയിലിന് പറയുന്ന പേര് സോയിൽ വെഡ്ജ് എന്ന് പറയും. അതൊരു വെഡ്ജ് ഷേപ്പാണ്, അതുകൊണ്ട് സോയിൽ വെഡ്ജ് എന്ന് പറയും. ആ പ്ലെയിനിന് പറയുന്ന പേര് റപ്ചർ പ്ലെയിൻ എന്ന് പറയും. ഇവിടെ ഉണ്ടാകുന്ന പ്രഷറിന് പറയുന്ന പേര് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റാങ്കിൻസ് തിയറി ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് അസംഷൻസ് ഉണ്ട്. റാങ്കിൻസിൻ്റെ ഈ തിയറിക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അസംഷൻ ഈസ് ദ സോയിൽ ഈസ് ഡ്രൈ, കൊഹഷൻലെസ്, ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്. സോയിൽ ഡ്രൈ ആയിരിക്കണം, കൊഹഷൻലെസ് അതായത് പരസ്പരം സോയിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, ഹോമോജിനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോയിലിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഒന്ന് തന്നെ ആയിരിക്കണം, ഐസോട്രോപിക് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ഡയറക്ഷനിലും സെയിം ആയിരിക്കണം. അപ്പം ഇതാണ് ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, ദർ ആർ നോ ഷിയറിംഗ് സ്ട്രെസ്സസ് ബിറ്റ്വീൻ ദി റീറ്റെയിനിങ് വാൾ ആൻഡ് സോയിൽ. സോയിലും റീറ്റെയിനിങ് വാളും തമ്മിൽ ഷിയറിംഗ് സ്ട്രെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തത്, ദ സർഫസ് എലോങ് വിച്ച് ദി റപ്ചർ ടേക്സ് പ്ലേസ് ഈസ് എ പ്ലെയിൻ സർഫസ്. ഈ ഒരു റപ്ചർ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കണം, അത് വേറെ മറ്റ് ഷേപ്പൊന്നും ഫോം ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് അസംഷൻ, അറ്റ് ദി സ്റ്റേജ് ഓഫ് റപ്ചർ എ വെഡ്ജ് ഓഫ് സോയിൽ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി റിമൈനിങ് സോയിൽ മാസ്. റപ്ചർ ചെയ്യുന്ന ടൈമിൽ ഒരു സോയിൽ വെഡ്ജ് സെപ്പറേറ്റ് ചെയ്ത് മാറണം. ഇത്രയും കാര്യങ്ങളാണ് എർത്ത് പ്രഷറിനെ കുറിച്ച് റാങ്കിൻസ് തിയറി. ആ റാങ്കിൻസ് തിയറിയുടെ അസംഷൻസ് ആണ് ഈ കാര്യങ്ങൾ ഇത്രയും. ഇനി അടുത്തത് ആംഗിൾ ഓഫ് റീപോസ്. നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്ത സമയത്ത് ആംഗിൾ ഓഫ് റീപോസ് എന്നൊരു ടേം നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. അത് സ്പെസിഫിക് ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ശരിക്കും ഇവിടെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു സോയിലിൻ്റെ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കുറച്ച് സോയിലെടുത്ത് ചുമ്മാ ഹീപ്പായിട്ട് ഒരിടത്ത് കൊണ്ടുവന്നിടുകയാണ്. കുറച്ച് സോയിലെടുത്ത് ചുമ്മാ ഒരു പോർഷനിൽ ഞാൻ കൊണ്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു
ഹീപ്പ് ഫോം ചെയ്യും, അതായത് ഒരു കൂന ഫോം ചെയ്യും. ആ കൂന ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജും ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. രണ്ടും സെയിം തന്നെയാണ്, ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനും. മനസ്സിലായോ? അതായത് വെറുതെ ഞാനൊരു കൂനയായിട്ട് കുറച്ച് സോയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഒരു സ്റ്റേബിൾ പൊസിഷനിലെത്തും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസും ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അതായത് ഒരു റീറ്റെയിനിങ് വോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോയിലിന് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ചില കേസസിൽ ഈ സോയിൽ ഫുള്ളായിട്ട് ഡ്രൈ ആയിരിക്കും, ചില കേസസിൽ ഈ സോയിൽ മോയിസ്റ്റ് സോയിലായിരിക്കും. ദാറ്റ് മീൻസ് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കാണും ഇതിനകത്ത്. ചില കേസസിൽ ഇത് സബ്മേർജ്ഡ് ആയിരിക്കും. സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? വാട്ടർ ടേബിൾ ഈ സോയിലിൻ്റെ ടോപ്പ് വരെ കാണും. ഫുള്ളി സബ്മേർജ്ഡ് മീൻസ് വാട്ടർ ടേബിൾ, അതായത് ഫുള്ളായിട്ട് ആ സോയിലിനകത്ത് 100% സാച്ചുറേഷനിലായിരിക്കും, വാട്ടർ ഫുള്ള് കാണും. അതായത് വാട്ടർ ടേബിൾ ഈ ഒരു ലെവൽ വരെ നിൽക്കും. അതാണ് ഫുള്ളി സബ്മേർജ്ഡ് കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ പാർഷ്യലി സബ്മേർജ്ഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് വാട്ടർ ടേബിൾ ഈ ഒരു റീറ്റെയിനിങ് വോളിൻ്റെ നടുക്ക് എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിലായിരിക്കും നിൽക്കുന്നത് വാട്ടർ ടേബിൾ. അപ്പം മുകളിലോട്ടുള്ള പോർഷൻ ഡ്രൈയോ മോയിസ്റ്റോ ആയിരിക്കാം, താഴോട്ടുള്ള പോർഷൻ ഫുള്ളി വാട്ടർ ടേബിളിൽ നിൽക്കുമായിരിക്കും, അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും. അതാണ് പാർഷ്യലി സബ്മേർജ്ഡ് കണ്ടീഷൻ. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർചാർജ് വരാം. സർചാർജ് മീൻസ് ഞാൻ പറഞ്ഞു ഈ ഹൊറിസോണ്ടൽ സർഫസിന് മുകളിലോട്ട് ഒരു ഹീപ്പ് പോലെ സോയിൽ വരാം, ഈ ഒരു ആംഗിളിൽ ഒരു ഹീപ്പ് പോലെ സോയിൽ വരാം. ദാറ്റ് ഈസ് സർചാർജ്. ഞാൻ സർചാർജ് ഫിഗർ കാണിക്കാം. ഇതാണ് സർചാർജിൻ്റെ ഫിഗർ. ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് സർചാർജ് ആംഗിൾ. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സർചാർജ് ആംഗിൾ. സോ ദിസ് ഈസ് സർചാർജ് ആൻഡ് ദിസ് ഈസ് സർചാർജ് ആംഗിൾ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ വരും. അപ്പം പല ടൈപ്പ് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസിനെല്ലാം ബേസ് ചെയ്ത് ഇവിടെ ഈ സോയിലിൻ്റെ ഈ റീറ്റെയിനിങ് വോളിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പലതായിരിക്കും. പല കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് ഈ റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന ലാറ്ററൽ പ്രഷർ എന്ന് പറയുന്നത് പലതായിരിക്കും. അപ്പം ഈ പല കണ്ടീഷൻസും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് വോൾ റീറ്റെയിനിങ് ഡ്രൈ ഓർ മോയിസ്റ്റ് സോയിൽ വിത്തൗട്ട് സർചാർജ്. സർചാർജ് ഒന്നുമില്ലാതെ ഹൊറിസോണ്ടൽ സർഫസ് ആയിരിക്കും സോയിൽ നിൽക്കുന്നത്. ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ ഡ്രൈ സോയിലോ അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലോ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി ഫിഗർ ഷോയിങ് എ റീറ്റെയിനിങ് വോൾ ആൻഡ് ഹാവിങ് എ പ്രഷർ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു റീറ്റെയിനിങ് വോളിൽ സോയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ ഡയഗ്രാം ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 0 പ്രഷർ ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ മുകളിലോട്ട് മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നമുക്കറിയാം 0 പ്രഷർ ആയിരിക്കും. താഴോട്ട് വരുന്നതനുസരിച്ച് ഈ മണ്ണിൻ്റെ വെയിറ്റ് കൂടിക്കൂടി വരുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. അതായത് 0-ൽ നിന്നും പ്രഷർ ഇൻക്രീസ് ചെയ്ത് പി വാല്യൂ വരെ എത്തും. ദിസ് വാല്യൂ ഈസ് സ്മോൾ പി വാല്യൂ. അപ്പം എപ്പോഴും പ്രഷർ ഡയഗ്രാം ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ്. അപ്പോൾ പ്രഷർ ഡയഗ്രാം ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതിൻ്റെ ബോട്ടം വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ പി ആണ്. ഓക്കെ, ദറ്റ് ഈസ് പി ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലാറ്ററൽ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദി റീറ്റെയിനിങ് വോൾ. റീറ്റെയിനിങ് വോളിൻ്റെ ബേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ പി ആയിരിക്കും. ഇനി സ്മോൾ പി ഈ രണ്ട് കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് സോയിൽ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കാം, ചിലപ്പോൾ മോയിസ്റ്റ് ആയിരിക്കാം. ഈ രണ്ട് കണ്ടീഷൻസിലും സ്മോൾ പി വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്മോൾ പി വിൽ ബി ഈക്വൽ ടു കെ എ ഇൻറ്റു ഗാമ ഡി ഇൻറ്റു എച്ച്. സ്മോൾ പി ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച്, ഡ്രൈ സോയിലിൻ്റെയും മോയിസ്റ്റ് സോയിലിൻ്റെയും. ഇനി ഈ മൂന്ന് ടേംസ്, എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ ഹൈറ്റ് ഓഫ് ദി റീറ്റെയിനിങ് വോൾ. ഈ റീറ്റെയിനിങ് വോളിൻ്റെ ഹൈറ്റ് അതാണ് ക്യാപിറ്റൽ എച്ച്. മറ്റ് രണ്ട് ടേംസും, വാട്ട് ഈസ് കെ എ? കെ എ ഇസ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. കെ എന്ന് പറയുന്നത് ഒരു കോയിഫിഷ്യൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഇറ്റ് ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഇക്വേഷൻ ഈസ് 1 - sin phi ഡിവൈഡ് ബൈ
1 പ്ലസ് സൈൻ ഫൈ. ഈ ഒരു ടേം നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈനിൽ കണ്ടതാണ്. 1 മൈനസ് സൈൻ ഫൈ ബൈ 1 പ്ലസ് സൈൻ ഫൈ അവിടെ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടേമിന് പറയുന്ന പേര് കെ എ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ 1 മൈനസ് സൈൻ ഫൈ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ ഫൈ വെയർ വാട്ട് ഈസ് ഫൈ? ഫൈ ഇസ് ദി ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസിന് പറയുന്ന മറ്റൊരു പേര് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. രണ്ടും സെയിം തന്നെയാണ്. സോ ഫൈ ഇസ് ദി ആംഗിൾ ഓഫ് റീപോസ്. കെ ഈസ് 1 മൈനസ് സൈൻ ഫൈ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ ഫൈ. സോ കെ എന്തെന്ന് മനസ്സിലായി. ഇനി ഡ്രൈ സോയിലിന് ഗാമ ഡി എന്നും പറയും, മോയിസ്റ്റ് സോയിലിന് ഗാമ എന്നും പറയും. വാട്ട് ഈസ് ദാറ്റ്? ഡെൻസിറ്റി ഓഫ് ഡ്രൈ സോയിലാണ് ഗാമ ഡി, ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് സോയിലാണ് ഗാമ. ഇനി ഗാമയും ഗാമ ഡിയും തമ്മിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. ഗാമയും ഗാമ ഡിയും തമ്മിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് എം സി. വാട്ട് ഈസ് എം സി? എം സി ഇസ് ദി മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദി സോയിൽ. ഫോർ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദി മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് 15%, 15% നമുക്കറിയാം 15/100. സോ എം സി വാല്യൂ വിൽ ബി 15/100, ദാറ്റ് ഈസ് 0.15. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാമ വാല്യൂ കിട്ടും. ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് 1.15 ചെയ്യുമ്പോൾ നമുക്ക് ഗാമ വാല്യൂ കിട്ടും. ഗാമ ഡി ഇൻറ്റു 1.15. ഇതൊരു എക്സാമ്പിളാണ്. 15% മോയ്സ്ചർ കണ്ടൻറ്റ് ആണെങ്കിലുള്ള എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ടത്തിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കിട്ടിയത്. ഇനി ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ, അപ്പം ടോട്ടൽ പ്രഷർ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ വിൽ ബി സിഗ്മ പി. സിഗ്മ പി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കുലർ പോർഷൻ. ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ ആയിരിക്കും സിഗ്മ പി എന്ന് പറയുന്നത്. നമുക്കറിയാം വാട്ട് ഇസ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഈസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ പി എന്ന് നമുക്കറിയാം. ഹൈറ്റ് സ്മോൾ എച്ച് അല്ല, ക്യാപിറ്റൽ എച്ച് ആണ്. ഇനി 1 മീറ്റർ ലെങ്ത് ഓഫ് വോളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഹാഫ് പി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. പി വാല്യൂ രണ്ട് കേസസിലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡ്രൈ സോയിലിൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കെ എ ഗാമ ഡി ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് കിട്ടും. മോയിസ്റ്റ് സോയിലിൻ്റെ കേസിൽ ഹാഫ് കെ എ ഗാമ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി വാല്യൂ ഫോർ ടോട്ടൽ പ്രഷർ ആക്ടിങ് ഇൻ ദി സൈഡ് ഓഫ് ദി റിട്ടേണിംഗ് വോൾ. ഇനി അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് എവിടെ ആയിരിക്കും? എപ്പോഴും ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ സെൻട്രോഡ് എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് h/3 ഹൈറ്റിലായിരിക്കും. ബോട്ടത്തിൽ നിന്ന് h/3 അത് ആക്ട് ചെയ്യുന്നത്. സെൻട്രോയിഡിലായിരിക്കും ആ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ പി ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് h/3 ഫ്രം ദി ബോട്ടം. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദി വോൾ റീറ്റെയിനിങ് സബ്മേർജ്ഡ് സോയിൽ. സബ്മേർജ്ഡ് സോയിൽ എന്ന് വെച്ചാൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് വാട്ടർ ടേബിൾ ഈ ഒരു ലെവലിൽ വാട്ടർ ടേബിൾ നിൽക്കുന്ന കേസാണ് സബ്മേർജ്ഡ് സോയിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് സോയിലിൻ്റെ പ്രഷർ കൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് P1 എന്ന് പറയുന്നത്. ഇനി P2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫുള്ളി സബ്മേർജ്ഡ് ആണെങ്കിൽ വാട്ടർ ടേബിൾ ഈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. സോ വാട്ടറിൻ്റെ പ്രഷർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടെണ്ണമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഒന്ന് സോയിലിൻ്റെ പ്രഷറും ഒന്ന് വാട്ടറിൻ്റെ പ്രഷറും. ഈ രണ്ട് പ്രഷറും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സിഗ്മ പി കിട്ടുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഗാമ ഡാഷ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സബ്മേർജ്ഡ് സോയിലാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് ഗാമ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു S-1/1 - E. ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാമ ഡാഷ് ഇസ് ദി ഡെൻസിറ്റി ഓഫ് സബ്മേർജ്ഡ് സോയിൽ. ഗാമ സാറ്റ് ഇസ് ദി ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ. ഗാമ ഡബ്ല്യു ഇസ് ദി സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ. S is the specific gravity of soil particles. അതിന് യൂണിറ്റ് ഒന്നുമില്ല. E is the void ratio. void ratioയും porosity തമ്മിലുള്ള റിലേഷനാണ് E is equal to n-1 - n എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ കുറച്ച് ഇക്വേഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്കിവിടെ രണ്ട് പ്രഷർ ആക്ട് ചെയ്യും. ഇത് രണ്ടും ട്രയാങ്കിൾസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രഷർ എന്ന് പറയുന്നത് സോയിലിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷറും
രണ്ടാമത്തത് വാട്ടറിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷറും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. P1 എന്ന് പറയുന്നത് സോയിലിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷർ. നമുക്കറിയാം ഹാഫ് കെ ഇൻറ്റു ഗാമ ഡാഷ് എച്ച് സ്ക്വയർ ആണ് സോയിലിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയതാണ്. സോ ദിസ് ഈസ് P1, ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് h/3. നമ്മൾ h/3 ഹൈറ്റിലായിരിക്കും, ഇവിടുന്ന് മുകളിലോട്ട് h/3 ഹൈറ്റിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ P2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷർ ഓൺ 1 മീറ്റർ ലെങ്ത് ഓഫ് വോൾ ഡ്യൂ ടു വാട്ടർ. വാട്ടറിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷറായിരിക്കും P2 എന്ന് പറയുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് കെ ഗാമ ഡാഷ് എന്ന് പറയുന്നതിന് പകരം ഹാഫ് ഗാമ ഡബ്ല്യു, നമ്മൾ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് മാത്രം നമ്മൾ അവിടെ ഇട്ടാൽ മതി. ഹാഫ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് സ്ക്വയർ. സോ എന്തുവരും? ഹാഫ് കെ ഗാമ ഡാഷിന് പകരം ഹാഫ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് സ്ക്വയർ. അതും ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്, അതും ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. ഫുള്ളായിട്ടൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് അറ്റ് h/3 എബോവ് ദി ബേസ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രഷർ കിട്ടി, P1 ഉം P2 ഉം. ഇനി ടോട്ടൽ പ്രഷർ വിൽ ബി P1 പ്ലസ് P2 വിച്ച് ഇസ് ആക്ടിങ് അറ്റ് h/3 എബോവ് ദി ബേസ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോയിൽ കൊണ്ടുള്ള പ്രഷർ കൊണ്ട് വാട്ടർ കൊണ്ടുള്ള പ്രഷർ ഉണ്ട്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്കിവിടെ ടോട്ടൽ പ്രഷർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് വോൾ റീറ്റെയിനിങ് സോയിൽ വിച്ച് ഈസ് പാർഷ്യലി സബ്മേഴ്സ്ഡ്. അതായത് വാട്ടർ ടേബിൾ ടോട്ടൽ ഹൈറ്റിൽ വാട്ടർ ടേബിൾ ഇല്ല, ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പോർഷനിലായിരിക്കും വാട്ടർ ടേബിൾ നിൽക്കുന്നത്. സോ അതിന് താഴേക്കുള്ള പോർഷൻ ഫുള്ളി സബ്മേർജ്ഡ് ആയിരിക്കും, മുകളിലോട്ട് ഡ്രൈ കണ്ടീഷൻ ആവാം, മോയിസ്റ്റ് കണ്ടീഷൻ ആവാം, ഏത് വേണമെങ്കിലും ആവാം. സോ ആ ഒരു കണ്ടീഷനാണ് പാർഷ്യലി സബ്മേർജ്ഡ്. അത് ഒത്തിരി tedious ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, അത് മോസ്റ്റ് കേസസ് അത് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പം മുകളിലുള്ള ഈ ഒരു ലെവലിന് മുകളിലുള്ള വെറ്റ് സോയിൽ കൊണ്ടുള്ള P1 എന്ന് പറയുന്നത് ഹാഫ് കെ ഗാമ ഇൻറ്റു h1 സ്ക്വയർ. ഇത് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ. അത് ആക്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? h1ൻ്റെ 1/3 ദാറ്റ് ഈസ് h2 പ്ലസ് h/3, 1/3 ഓഫ് h ആയിരിക്കും. h2 പ്ലസ് 1/3 ഓഫ് h1, ഇത് മിസ്റ്റേക്കാണ്. h2 പ്ലസ് 1/3 ഓഫ് h1ലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നമുക്കറിയാം ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ട്രയാങ്കിൾ ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇത്രയും പോർഷനിൽ ഒരു റെക്ടാങ്കുലർ പോർഷൻ ആയിരിക്കും. ആ റെക്ടാങ്കുലർ പോർഷനിൽ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, കെ ഗാമ h1 ഇൻറ്റു h2 ഹൈറ്റ്. ഇതാണ് h2 ഹൈറ്റ്. h2 ഹൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡി പോർഷൻ എന്ന് പറഞ്ഞാൽ കെ ഗാമ ഇൻറ്റു h1 ആണ്. സോ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, കെ ഗാമ h1 ഇൻറ്റു h2. സോ അത് ആക്ട് ചെയ്യുന്നത് റെക്ടാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് h2ൻ്റെ പകുതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, h2/2ലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമതെന്ന് പറയുന്നത് ഇവിടുത്തെ സബ്മേർജ്ഡ് സോയിലിൻ്റെ പ്രഷർ, അത് ഈ ട്രയാങ്കുലർ പോർഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഈ ട്രയാങ്കുലർ പോർഷൻ്റെ 1/3 ആക്ട് ചെയ്യുന്ന അതായിരിക്കും P3, ഹാഫ് കെ ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു h2 സ്ക്വയർ. കാരണം അത് h2 അല്ലേ ഉള്ളൂ, ഹൈറ്റ് h2 ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് കെ ഗാമ ഡാഷ് ഇൻറ്റു h2 സ്ക്വയർ. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് h2/3 എബോവ് ദി ബേസ്. ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ കൂടി ഉണ്ട്, ഏതാണ്? വാട്ടറിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷർ, അതാണ് P4, ഹാഫ് ഗാമ ഡബ്ല്യു ഇൻറ്റു h2 സ്ക്വയർ. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് h2/3 എബോവ് ദി ബേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ 4 പ്രഷറിൻ്റെയും കൂടി സമ്മേഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു റീജിയനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദി വോൾ റീറ്റെയിനിങ് ഡ്രൈ ഓർ മോയിസ്റ്റ് സോയിൽ. രണ്ടാമത്തെ കേസ് വോൾ റീറ്റെയിനിങ് സബ്മേർജ്ഡ് സോയിൽ. മൂന്നാമത്തെ കേസ് വോൾ റീറ്റെയിനിങ് പാർഷ്യലി സബ്മേർജ്ഡ് സോയിൽ. ഇനി അടുത്ത നാലാമത്തെ കേസ് എന്ന് പറയുന്നത് പിന്നെ വോൾ റീറ്റെയിനിങ് സോയിൽ സബ്ജക്റ്റ് ടു സൂപ്പർ ലോഡിങ്. സൂപ്പർ ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ വെയിറ്റ് കൂടാതെ, ഫോർ എക്സാമ്പിൾ അത് മുകളിലൊരു റോഡ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ മുകളിലുണ്ട്, അപ്പം അവിടെ അതിൻ്റെ ലോഡ് കൂടി മുകളിൽ വരും. ദാറ്റ് ഈസ് Q kN/m² എന്ന് പറയുന്ന ഒരു അഡീഷണൽ ലോഡ് കൂടി മുകളിൽ വരും. അങ്ങനെ വരുന്ന കേസാണ് സൂപ്പർ ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മേ ബി ഫ്രം എ റോഡ്, അപ്പോൾ ഒരു റോഡിൻ്റെ ഒരു വെയിറ്റ് കൊണ്ട് നമുക്ക് അവിടെ വരുന്നത് Q kN/m² ആണെങ്കിൽ ആ ഒരു ലോഡ് കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യണം. അപ്പം
ആ ഒരു ലോഡും കൂടി വരുമ്പോഴത്തേക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ 0 നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യൂവിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന റീജിയൻ്റെ വെയിറ്റ് ക്യൂ ആയിരിക്കും. അപ്പോൾ ക്യൂവിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആയിരിക്കില്ല, അതൊരു ട്രപ്പിസോഡൽ ഷേപ്പ് ആയിരിക്കും. ആ ട്രപ്പിസോഡിനെ നമ്മൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഒരു ഇമാജിനറി ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇതാണ് ഇമാജിനറി ട്രയാങ്കിൾ. സോ നമുക്കൊരു വലിയ ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇനി ആ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ HE ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി Q by gamma. Gamma is the unit weight of soil. So total weight will be equal to Ka gamma into H plus HE. HE height ഇത്, H height ഇത്. So H plus HE ആയിരിക്കും ടോട്ടൽ ഹൈറ്റ്. Ka gamma into H plus HE. നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് Ka gamma into H കിട്ടും, പ്ലസ് Ka into gamma HE എന്ന് കിട്ടും. Gamma into HE എന്ന് പറയുന്നതാണ് Q വാല്യൂ. Q എന്ന് പറയുന്നത് gamma into HE ആണ്. So the total pressure will be total pressure at the base will be Ka gamma H plus Ka into Q. അതാണ് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദി ബോട്ടം ഓഫ് ദി ബോൾ. ഇനി അതിനെ നമ്മൾ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻറ്റൻസിറ്റി ഇവിടെ കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. P1 എന്ന് പറയുന്നത് Ka into Q ആണ്, ഹൈറ്റ് H ആണ്. സോ അതൊരു റെക്റ്റാങ്കിൾ പോർഷൻ ആയതുകൊണ്ട് K into Q into H ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു P1 പ്രഷർ ഇൻറ്റൻസിറ്റി കിട്ടും. അത് ആക്ട് ചെയ്യുന്ന H/2-ലായിരിക്കും. അതിനുശേഷം അടുത്ത റീജിയൻ ഒരു ട്രയാങ്കുലർ റീജിയനാണ്. ട്രയാങ്കുലർ റീജിയൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി P2 ആണ്. അത് ആക്ട് ചെയ്യുന്നത് H/3-ലായിരിക്കും. സോ ഹാഫ് ഇൻറ്റു K ഇൻറ്റു ഗാമ ഇൻറ്റു H² H/3-ൽ. അവിടെയും ടോട്ടൽ പ്രഷർ സിഗ്മ P. അടുത്ത ലാസ്റ്റ് കണ്ടീഷൻ, അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ എ വോൾ റീറ്റെയിനിങ് സർചാർജ്ഡ് സോയിൽ. ഇവിടെ ഹൊറിസോണൽ പോർഷൻ മുകളിലായിട്ട് ഒരു ഇൻക്ലൈൻഡ് റീജിയൻ ഉണ്ട്. ഇതാണ് സർചാർജ് എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് സർചാർജ്. ആ കേസിൽ നമ്മൾ ടോട്ടൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, CP ഇൻറ്റു ഗാമ H²/2, വേർ CP ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ഫൈ ഡിവൈഡ് ബൈ കോസ് ആൽഫ പ്ലസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ഫൈ. ഇവിടെ ഒരു ആൽഫ ഉണ്ട്. കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ഫൈ, ഇത് കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ഫൈ. ഇതാണ് CP എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ദി സർചാർജ് ആംഗിൾ. അപ്പം ഇത്രയും 5 കേസസ് ആണ് നമുക്ക് പ്രഷർ, ലാറ്ററൽ സോയിൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള 5 കേസസ് ആണുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ആദ്യത്തെ 2 കേസസും സർചാർജ് ആംഗിൾ വരുന്ന കേസുമാണ്. അടുത്തത് ക്രോസ് സെക്ഷൻ ഓഫ് എ റീറ്റേണിംഗ് വോൾ. നമ്മളൊരു റീറ്റേണിംഗ് വോളിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഇവിടെ ബാക്കിൽ ഫില്ല് ചെയ്തിരിക്കുന്ന സോയിലിൻ്റെ പറയുന്ന പേര് ബാക്ക് ഫിൽ എന്ന് പറയും. ഈ ഫ്രണ്ട് റീജിയൻ എന്ന് പറയുന്ന പേര് ടോ, നമ്മുടെ കാല് പോലെ തന്നെയാണ്. ഫ്രണ്ട് റീജിയൻ എന്ന് പറയുന്ന പേര് ടോ എന്ന് പറയും, ബാക്ക് റീജിയൻ എന്ന് പറയുന്ന പേര് ഹീൽ എന്ന് പറയും. ഓക്കെ, അടുത്തതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സ്റ്റെബിലിറ്റി ഓഫ് എ റീറ്റേണിംഗ് വോൾ. ഒരു റീറ്റേണിംഗ് വോളിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? പല കേസസ് ഉണ്ട് സ്റ്റെബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. 4 കേസസാണ് മെയിനായിട്ടുള്ളത്. The retaining wall can collapse on the occurrence of any one of the following 4 conditions. ഒന്നാമത്തത് ഓവർ ടേണിംഗ്, രണ്ടാമത്തത് സ്ലൈഡിങ്. ഓവർ ടേണിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രഷർ കാരണം ഈ ടോ റീജിയൻ കൊണ്ട് ഇത് അങ്ങ് മറിഞ്ഞു പോകും. രണ്ടാമത്തെ കേസ് സ്ലൈഡിങ്, അതായത് ഇതിൻ്റെ പ്രഷർ കാരണം ഇത് സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകും. ഇനി മൂന്നാമത്തെ കേസ് ദ മാക്സിമം പ്രഷർ അറ്റ് ബേസ് മേ ബി മോർ ദാൻ ദി സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയെ കാട്ടി മുകളിൽ നിന്ന് പ്രഷർ വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് താന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി ടെൻഷൻ ഫെയിലിയർ, അതായത് ബോട്ടം പ്രഷർ 0-ൽ കൂടുതലായി കഴിഞ്ഞാൽ, 0-ൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിന് ടെൻഷൻ ഫെയിലിയർ സംഭവിക്കാം. ഈ 4 കേസസാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഓവർ ടേണിംഗ് കണ്ടീഷൻ. ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് ഓവർ ടേണിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2. ഓവർ ടേണിങ്ങിനുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 2-ൽ കുറയാൻ പാടില്ല. ഓവർ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്
സിഗ്മ പി ഇൻറ്റു എച്ച്, സ്റ്റെബിലൈസിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് സിഗ്മ ഡബ്ല്യു ഇൻറ്റു ബി മൈനസ് ഇസഡ്. സോ സിഗ്മ ഡബ്ല്യു ഇൻറ്റു ബി മൈനസ് ഇസഡ് ഡിവൈഡ് ബൈ സിഗ്മ, ഇത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി. നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഇപ്പം ഇക്വേഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സിഗ്മ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ബി മൈനസ് ഇസഡ് ഡിവൈഡ് ബൈ സിഗ്മ ഇൻറ്റു പി ഇൻറ്റു എച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2. ദാറ്റ് ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൻസ്റ്റ് ഓവർ ടേണിംഗ്. നെക്സ്റ്റ് ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൻസ്റ്റ് സ്ലൈഡിങ്. അവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്, മ്യൂ ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഡിവൈഡ് ബൈ സിഗ്മ പി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5. ദാറ്റ് ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൻസ്റ്റ് സ്ലൈഡിങ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഡിവൈഡ് ബൈ സിഗ്മ. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം, ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ച് വെച്ചേക്കാം. ഇനി മാക്സിമം മിനിമം പ്രഷർ അറ്റ് ദി ബേസ്. മാക്സിമം പ്രഷറിൻ്റെ ഇക്വേഷൻ സിഗ്മ ഡബ്ല്യു ഡിവൈഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് 6E ബൈ ബി. മാക്സിമം പ്രഷർ. മിനിമം പ്രഷർ എന്ന് പറയുന്നത് സിഗ്മ ഡബ്ല്യു ബൈ ബി ഇൻറ്റു 1 പ്ലസ് സിഗ്മ ഇ ബൈ ബി. ഇത് 1 മൈനസ് 6E ബൈ ബിയും ഇത് 1 പ്ലസ് 6E ബൈ ബിയും. ഇതാണ് മാക്സിമം പ്രഷറും മിനിമം പ്രഷറും. മാക്സിമം പ്രഷർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയെ കാട്ടി കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് അൺസേഫ് ആണ്. മിനിമം പ്രഷർ 0യിൽ കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് അൺസേഫ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി പോർഷനിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത്. ബാക്കി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോക്കാവുന്നതാണ്.